ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA ഫോർത്ത് സെം സോഷ്യോളജിക്കാരുടെ മെയിൻ പേപ്പറായ സൊസൈറ്റി ഇൻ ഇന്ത്യയിലെ ലാസ്റ്റ് ബ്ലോക്ക് 6ാമത്തെ ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതേപോലെ മലയാളം പെയ്ഡ് നോട്ട്സ് ഉണ്ട്, ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിലാണ്. നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെന്നാണെങ്കിൽ മുൻ വീഡിയോസിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഡീറ്റെയിൽസ് തരാം. അതേപോലെ അസൈൻമെൻറ്റ്സും ഉണ്ട് കേട്ടോ, പെയ്ഡാണ്. അതിൽ 6ാമത്തെ ബ്ലോക്കിൻ്റെ പേര് സോഷ്യൽ ചേഞ്ച് ആൻഡ് മൊബിലൈസേഷനാണ്, സാമൂഹിക മാറ്റവും ചലനാത്മകതയും ആണ്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് പ്രോസസ് ഓഫ് സോഷ്യൽ ചേഞ്ച് ആണ്, അതായത് സാമൂഹിക മാറ്റം എന്ന പ്രക്രിയയെക്കുറിച്ചാണ് അതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് ആദ്യം വരുന്നത് എന്താണ്, ഡയറക്ഷൻസ് ഓഫ് സോഷ്യൽ ചേഞ്ച് ഇൻ ഇന്ത്യയിലെ സാമൂഹിക മാറ്റത്തിൻ്റെ ദിശകളെക്കുറിച്ചാണ്. അതായത് സാമൂഹിക മാറ്റം എന്ന് പറയുന്നത് ഓരോ സമൂഹത്തിലും എന്താണ്, അവിശ്രമമായ പ്രക്രിയയാണ്. അങ്ങനെ വിശ്രമമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നൊരു പ്രക്രിയയാണ്. കാലക്രമേണ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക ഘടകങ്ങളുടെ സ്വാധീനം കൊണ്ട് ഈ മാറ്റങ്ങൾ അങ്ങനെ ദേശത്തിൻ്റെ പുരോഗതിയിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കും. അതിന് പുരോഗതിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനെ എന്താ പറയുക, മുന്നോട്ട് നയിക്കാനോ അല്ലെങ്കിൽ പിന്നാക്കത്തിലാക്കാനോ ഒക്കെ അത് കാരണമാകും. പുരോഗതിക്ക് മാത്രമല്ല പിന്നോക്കത്തിലാക്കാനും അത് കാരണമാകും. അപ്പോൾ ഇന്ത്യ പോലുള്ള വൈവിധ്യമുള്ള രാജ്യങ്ങളിൽ സാമൂഹിക മാറ്റം അതിൻ്റെ ജനസംഖ്യാഘടന, മതവിശ്വാസങ്ങൾ, വിദ്യാഭ്യാസം, ആധുനികത, ആഗോളവൽക്കരണം തുടങ്ങിയ നിരവധി ഘടകങ്ങളുടെ പ്രേരണ കൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ സമകാലിക സാമൂഹിക മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആധുനികതയുടെ സ്വാധീനമാണ്. ശില്പശാലാധിഷ്ഠിതമായ ജീവിതശൈലികൾ മാറിയിട്ട് സാങ്കേതിക വിദ്യ, വ്യവസായം, വിദ്യാഭ്യാസം എന്നിവയുടെ പ്രാധാന്യം ഇന്ത്യയിൽ വർദ്ധിച്ചു. പുരാതന വിശ്വാസങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയും ശാസ്ത്രീയ ചിന്താധാരകൾക്ക് അത് വഴിയൊരുക്കുകയും ചെയ്തു. വിദ്യാഭ്യാസം സാമൂഹിക പുരോഗതിയുടെ മാറ്റത്തിൻ്റെ ഒരു ഉറവിടമാണ്. വിദ്യാഭ്യാസം ശാരീരിക വെല്ലുവിളികളുള്ള അവർക്കുള്ളൊരു അവസരങ്ങൾ, അതുപോലെ ദളിതർക്കുള്ള വിദ്യാഭ്യാസ സാധ്യതകൾ എന്നിവയൊക്കെ വലിയ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പുതിയ തലമുറയിൽ ജാതിമത പരിധികൾ മറികടന്നുകൊണ്ട് താല്പര്യങ്ങളും മനോഭാവങ്ങളും ഒക്കെ രൂപപ്പെടാൻ തുടങ്ങി. ഇന്ത്യൻ സമൂഹത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുകയും അവരുടെ കഴിവ് വളർത്താനും അവസരങ്ങൾ അവർക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിക്കുകയും കുടുംബത്തിലും സമൂഹത്തിനുമൊക്കെ അവരുടെ സ്വാധീനം നിലനിർത്തുകയും ചെയ്യുകയും സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയം സാമൂഹിക രംഗത്തെ ശക്തമായിട്ട് പിടിമുറുക്കുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ എന്താണ്, സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഇടവരുത്തിയിട്ടുണ്ട്. ജാതിവ്യവസ്ഥയുടെ ശക്തി കുറയുന്നുണ്ടെങ്കിലും ചില ഭാഗങ്ങളിൽ അതിൻ്റെ സ്വാധീനം ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട്. എന്നാൽ നിയമപരമായ നീതിന്യായങ്ങൾ, റിസർവേഷന് പോലെയുള്ള പദ്ധതികൾ, പിന്നെ സാമൂഹിക നീതി പ്രസ്ഥാനങ്ങൾ എന്നിവ ജാതി സമത്വത്തിന് വഴിയൊരുക്കിയതായിട്ടും അതുപോലെ തന്നെ മതസൗഹാർദ്ദം, മതാനന്തര വിവാഹങ്ങൾ തുടങ്ങിയ പുതിയ സാമൂഹിക സംസ്കാരങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ടും നമുക്ക് ഇന്ത്യയിൽ കാണാൻ കഴിയും. ആഗോളവൽക്കരണം ഇന്ത്യയിൽ ഉപഭോഗ ശൈലികൾ, തൊഴിൽ രീതി, വസ്ത്രധാരണം, സംസാരധാര, വാർത്താവിനിമയം തുടങ്ങിയ മാതൃക എന്നിവയിലൊക്കെ എന്താണ്, വലിയ മാറ്റങ്ങൾക്ക് ഇടവരുത്തിയിട്ടുണ്ട്. പുതുപുത്തൻ ആശയങ്ങളും വാണിജ്യ രീതികളൊക്കെ സമൂഹത്തിൽ പുതിയ ജീവിത രീതികൾക്കും വഴിയൊരുക്കി. ആഗോളവൽക്കരണത്തിൻ്റെ ഫലമായിട്ട് സാമൂഹിക നീതിക്കൊപ്പം പരിസ്ഥിതി നീതിയെയും നമ്മൾ ഉൾക്കൊള്ളുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പ്ലാസ്റ്റിക് വിരുദ്ധ പ്രസ്ഥാനം, പ്രകൃതിക്ക് അനുകൂലമായ ജീവിതശൈലികൾ എന്നിവ ഒരു സാമൂഹിക വിപ്ലവം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ സാമൂഹിക മാറ്റങ്ങൾ മതം, ജാതി, ലിംഗം, ഭാഷ, സംസ്കാരം തുടങ്ങിയ എല്ലാ മേഖലകളിലും സ്പർശിക്കുന്നതും പരിവർത്തനം ചെയ്യിക്കുന്നതുമാണ്. ഇത്തരത്തിൽ സാമൂഹികമായ ദിശകളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ദിശാകണലുകളാണ് നമ്മെ കൂടുതൽ സമ്മതത്വത്തിൻ്റെയും ഉൾക്കൊള്ളലിൻ്റെയും ഒക്കെ സംസ്കാരത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാറ്റങ്ങൾ തുടർച്ചയായും ഗുണപരമായും ഉണ്ടാവുന്നതുകൊണ്ട് ഇന്ത്യ സാമൂഹികമായി ന്യായമായ സാമൂഹിക വികസനം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. ഇത്രയാണ് അതിൽ വരുന്നത് കേട്ടോ. ഇനി നമുക്ക് സോഷ്യൽ ചേഞ്ച് ആൻഡ് ഇറ്റ്സ് ഫാക്ടേഴ്സ്, അതായത് സാമൂഹിക മാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ഘടകങ്ങൾ, സാമൂഹിക മാറ്റത്തിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്, സാമൂഹിക മാറ്റത്തിൻ്റെ ഘടകങ്ങൾ അപ്പം പറഞ്ഞതെന്ന് നമുക്ക് പറയാം കേട്ടോ. ഒന്നാമത്തത് സാങ്കേതിക പരിണാമം എന്ന് വെച്ചാൽ, സാങ്കേതിക പരിണാമം എന്ന് പറഞ്ഞാൽ സാങ്കേതിക വിദ്യയിലുണ്ടായിട്ടുള്ള വികസനവും ജീവിതശൈലിയിൽ അതുകൊണ്ടുണ്ടായിട്ടുള്ള മാറ്റങ്ങളും. രണ്ടാമത്തത് വിദ്യാഭ്യാസമാണ്. നമ്മൾ രണ്ടാമത്തത് തന്നെയല്ല, ഒന്നാമത്തായിട്ട് വിദ്യാഭ്യാസത്തെ കാണണം അല്ലേ. വിദ്യാഭ്യാസം വ്യക്തിയെ ചിന്തിക്കാനും വിമർശിക്കാനും പ്രേരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് പുരാതന അനാചാരങ്ങളിൽ മാറ്റം വരുത്താനും നവോത്ഥാനത്തിന് വഴിയൊരുക്കാനും ഇടവരുത്തിയിട്ടുണ്ട്. പിന്നെ ആരോഗ്യ പരിപാടികളും ജനസംഖ്യാ വ്യാപനവുമാണ്. ജനസംഖ്യയുടെ ഘടന, ജനനനിരക്ക്, മരണനിരക്ക് പിന്നെ തുടങ്ങിയ അതൊക്കെ എന്താണ്, സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഇടവരുത്തിയിട്ടുണ്ട്. നാലാമത്തത് ആഗോളവൽക്കരണമാണ്.
നമ്മളിപ്പോൾ പറഞ്ഞതിൽ പെടുന്ന ഒരു സംഗതി. ആഗോളവൽക്കരണം സാംസ്കാരിക സാമ്പത്തിക ആശയവിനിമയങ്ങളിൽ അന്തർദേശീയ ഇടപെടൽ സമൂഹത്തിലെ ആചാരങ്ങൾക്കും ഉപഭോഗശീലങ്ങൾക്കും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അഞ്ചാമത്തത് ആധുനികത. ആധുനികത പറഞ്ഞാൽ നവീന സങ്കല്പങ്ങളും നിലപാടുകളും പുരാതന വിശ്വാസങ്ങളും ഒക്കെ സമൂഹത്തിലേക്ക് കൊണ്ടുവരലാണ് എന്ത് ആധുനികത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആറാമത്തത് നിയമപരമായ ഇടപെടലുകളാണ്. നിയമങ്ങൾ സാമൂഹിക നീതിക്ക് വഴിയൊരുക്കുന്നുണ്ട്. നിയമങ്ങൾ പഴയ അനാചാരങ്ങൾ തടയാനും പുതുമകളെ സ്വീകരിക്കാനുമുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുന്നു. ഇനി ഏഴാമത്തത് മാധ്യമങ്ങൾ തന്നെയാണ്. സാമൂഹിക മാധ്യമങ്ങൾ ആശയവിനിമയത്തെ വേഗത്തിലാക്കുകയും സാമൂഹിക പ്രശ്നങ്ങളിലെ പൊതുചർച്ചകളിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഇനി സാമൂഹിക മാറ്റത്തിൻ്റെ സ്വഭാവമാണ് നമ്മളോട് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് നോക്കി. അപ്പോൾ അതിൽ സ്വഭാവത്തിൽ വരുന്ന ഒന്നാമത്തത് ക്രമാനുസൃതമായിട്ട് മാറുന്നതാണ്. അത് ക്രമമായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. അതായത് ഒരു മാറ്റം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിൽക്കുന്നില്ല. അത് ക്രമമായിട്ട് അങ്ങനെ സംഭവിച്ചു കൊണ്ടേയിരിക്കും. പിന്നെ സർഗാത്മകവും നിഷേധാത്മകവുമായ ഫലങ്ങളുണ്ടാകും. അത് നല്ല ഫലങ്ങളും മാറ്റങ്ങൾ കൊണ്ടുണ്ട്, ദുഷ്ഫലങ്ങളും മാറ്റങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് വിവിധ ഘടകങ്ങൾ പരസ്പര ബന്ധത്തോടെ പ്രവർത്തിക്കും എന്നുള്ളത്. ഇനി അല്ലെങ്കിൽ അപരിവർത്തനീയതയിലുള്ള ചില മൂല്യങ്ങൾ നിലനിൽക്കും. അപ്പോൾ നമുക്ക് ഏത് മാറ്റങ്ങളുണ്ടായാലും ചില മൂല്യങ്ങൾ അതേപോലെ അവിടെ നിലനിൽക്കും. അതിന് എന്തുണ്ടാവില്ല, മാറ്റങ്ങളുണ്ടാവില്ല. എന്നാൽ ചില മൂല്യങ്ങളിൽ ഘടനയിൽ മാറ്റം വരാതെ ചില ഭാഗങ്ങൾ മാത്രം മാറുന്നൊരു സാഹചര്യവും ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇനി വെസ്റ്റേണൈസേഷൻ എന്താണ്? പാശ്ചാത്യവൽക്കരണം. പാശ്ചാത്യവൽക്കരണം എന്നത് ഇന്ത്യയിലെ പരമ്പരാഗത ജീവിത രീതികളിൽ പാശ്ചാത്യ സംസ്കാരങ്ങളുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്നൊരു പ്രക്രിയയാണ്. ഇന്ത്യയിലെ പാശ്ചാത്യവൽക്കരണത്തിന് ചില ലക്ഷണങ്ങളുണ്ട്. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? ഒന്ന് പരത്വത്തിന് പ്രാധാന്യം. വ്യക്തിപരമായതാണ് ഇന്ത്യയിലെ പാശ്ചാത്യവൽക്കരണം. പിന്നെ ആധുനിക വിദ്യാഭ്യാസം ഇന്ത്യയിലെ പാശ്ചാത്യവൽക്കരണത്തിൻ്റെ ഭാഗമാണ്. പിന്നെ തൊഴിൽ രീതികളിൽ മാറ്റം ഇന്ത്യയിലുണ്ടായതും പാശ്ചാത്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ വേഷഭൂഷയിലും അതായത് വസ്ത്രധാരണ രീതിയിലും ഭക്ഷണക്രമത്തിലും ഒക്കെ എന്തുണ്ടായിട്ടുണ്ട്? പാശ്ചാത്യരുടെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ ഉപരി മാധ്യമ പ്രഭാവം അതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. ആധുനിക വിദ്യാഭ്യാസം, ശുചിത്വം, സാമൂഹ്യ പരിഷ്കാരങ്ങൾ, സ്ത്രീ ശാക്തീകരണം, മതസ്വാതന്ത്ര്യം, മനുഷ്യാവകാശ ബോധം, അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയുടെ പ്രയോഗം എന്നിവയൊക്കെ പാശ്ചാത്യവൽക്കരണം കൊണ്ടുണ്ടായിട്ടുള്ള സൗകര്യങ്ങളാണ്. തനത് സംസ്കാരങ്ങൾ മാഞ്ഞുപോയി. പാശ്ചാത്യ ആചാരങ്ങൾ അനുകൂലമായിട്ട് അല്ലെങ്കിൽ അതിന് എതിരായിട്ട് ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് പാശ്ചാത്യവൽക്കരണം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. എന്താണ് പാശ്ചാത്യവൽക്കരണം പറയുക? അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ ഇതെല്ലാം ചേർത്ത് എഴുതുക. അല്ലെങ്കിൽ പാശ്ചാത്യവൽക്കരണം മാത്രം ചോദിക്കുകയാണെങ്കിൽ എന്താണെന്നുള്ളത് മാത്രം പറഞ്ഞാൽ കേട്ടോ. ഇനി ഗ്ലോബലൈസേഷനും അതിൻ്റെ എഫക്ട്സുമാണ്. ഡിസ്കസ് ഗ്ലോബലൈസേഷൻ ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് എഫക്ട്സ് എന്ന് ചോദിക്കുക. അതിൻ്റെ ഫലങ്ങൾ, ആഗോളവൽക്കരണത്തെക്കുറിച്ച് വിശദീകരിക്കുക, അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ എന്താണ് ആഗോളവൽക്കരണം? ആഗോളവൽക്കരണം എന്ന് പറയുന്നത് ഒരു ദേശത്തിൻ്റെ അതിരുകൾ കടന്ന് മറ്റു രാജ്യങ്ങളുമായിട്ട് സാമ്പത്തിക, സംസ്കാരം, സംവാദം, വ്യാപാരം, സാങ്കേതികവിദ്യ, രാഷ്ട്രീയം ഇതൊക്കെ അങ്ങോട്ടും എന്താ പറയുക, ഇതിൻ്റെ പ്രവാഹത്തെ, ഒരു ഒഴുക്കിനെയാണ് പറയുന്നത് ആഗോളവൽക്കരണം. ലോകം ഒരു സമഗ്ര അല്ലെങ്കിൽ ഒരു ഒറ്റ ഗ്രാമമായി തീരുക എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. ലോകം ഒരു ഗ്രാമമായി തീർന്നിരിക്കുന്നു. ലോകം ഇല്ല, പല രാജ്യങ്ങളല്ല, പകരം ഒരൊറ്റ ഗ്രാമമായി തീർന്നിരിക്കുന്നു എന്ന നിലയ്ക്ക് സമൂഹങ്ങൾ ഒരുമിച്ച് നീങ്ങുന്ന ഒരു വിപുലമായ മാറ്റമാണ് ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാന സവിശേഷതകൾ? ഒന്നാമത്തത് രാജ്യാന്തര വ്യാപാരം വർദ്ധിക്കും. രണ്ടാമത്തത് സംസ്കാരങ്ങൾ തമ്മിലുള്ളൊരു സംവേദനം നടക്കും അവിടെ. മൂന്നാമത്തത് സാങ്കേതിക നവീനതയുടെ വ്യാപനം. 4 ദേശീയതയുടെ പ്രാധാന്യത്തിൽ കുറവ് വരും. മറ്റതൊക്കെ നന്മയാണെങ്കിൽ തിന്മയാണ്. ദേശീയതയ്ക്ക് അവിടെ പ്രസക്തിയില്ല. അഞ്ചാമത്തത് ദൗത്യബോധം വർദ്ധിക്കുന്ന കോർപ്പറേറ്റുകൾ ഉയർന്നു വരും. ഇതൊക്കെയാണ് 5 ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ പ്രധാന സവിശേഷതകൾ. ഇനി ഇന്ത്യൻ സമൂഹത്തിലെ ആഗോളവൽക്കരണത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് സാമ്പത്തിക വളർച്ച. സാമ്പത്തിക വളർച്ച പറയുമ്പോൾ വിദേശ നിക്ഷേപം വർദ്ധിച്ചു, പുതിയ തൊഴിലവസരങ്ങളുണ്ടായി, IT സേവന മേഖലകളുടെ വികസനം ഉണ്ടായി, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണമൊക്കെ ഉണ്ടായി. രണ്ടാമത്തത് സാങ്കേതികവിദ്യയുടെ വളർച്ചയാണ്. അത് പറയുമ്പോൾ ഇൻ്റർനെറ്റ്, മൊബൈൽ, കൃത്രിമ ബുദ്ധിമുട്ടുകൾ, പുതിയ ഇതൊക്കെ സമൂഹത്തിൽ വ്യാപകമായിട്ട് എത്താൻ തുടങ്ങി. മൂന്നാമത്തത് ഉപഭോഗശീലങ്ങളിൽ വൈവിധ്യമുണ്ടായി. അതായത് അന്താരാഷ്ട്ര ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ ലഭ്യമായത് ഉപഭോക്താക്കളുടെ പോരായ്മകൾ കുറയ്ക്കും.
പിന്നെ വിദ്യാഭ്യാസത്തിനും തൊഴിലവസരങ്ങൾക്കും എന്താണ് വിദേശ അവസരങ്ങൾ ഉണ്ടായിരുന്ന ഓൺലൈൻ വിദ്യാഭ്യാസം, വിദേശ സർവകലാശാലകളുമായിട്ടുള്ള സഹകരണം, വിദേശത്ത് ജോലി നേടാൻ കൂടുതൽ അവസരങ്ങൾ, ഇതൊക്കെ ലഭിക്കുകയുണ്ട്. പിന്നെ ഭാരതീയ സംസ്കാരത്തിലും അന്താരാഷ്ട്ര വികസനമാണ്. അതായത് ഓൺലൈൻ യോഗ, ആയുർവേദം തുടങ്ങിയ ഭാരതീയ ചുവടുകൾ ആഗോളവൽക്കരണത്തിൻ്റെ ഫലമായിട്ട് ലോകത്തെല്ലായിടത്തും എത്തി. ഇനി ആഗോളവൽക്കരണത്തിൻ്റെ പ്രതികൂല ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, തദ്ദേശീയ സംസ്കാരങ്ങൾ തകർന്നു. അതായത് നമ്മുടെ രാജ്യത്തെ സംസ്കാരം തകർന്നു. പിന്നെ അസമത്വം വർദ്ധിച്ചു. സ്വദേശോൽപ്പന്നങ്ങൾക്ക് തിരിച്ചടി നേരിട്ടു. ജൈവ പരിസ്ഥിതി നാശം സംഭവിച്ചു. മനുഷ്യബന്ധങ്ങളിൽ ശിഥിലത, അതായത് മനുഷ്യബന്ധങ്ങൾ തകരാൻ തുടങ്ങി. അപ്പോൾ ആഗോളവൽക്കരണം ഇന്ത്യയെ സാമ്പത്തികവും സാമൂഹികവും വിദ്യാഭ്യാസപരമായ ദിശയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതിൽ തന്നെ നല്ല ഫലങ്ങളും ഉണ്ടായിട്ടുണ്ട്, ചീത്ത ഫലങ്ങളും ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നല്ല ഫലങ്ങൾ ഒരു ഭാഗത്തുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ അതിന് ചീത്ത ഫലങ്ങളും ആഗോളവൽക്കരണം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഇത്രയാണ് ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു യൂണിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ പുസ്തകം തീർന്നു. ഓക്കെ, താങ്ക്സ്.